നമസ്കാരം. ഇടുക്കി പച്ചടിയിൽ അമ്മയും സഹോദരനെയും ഇളയ സഹോദരൻ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ പുറത്തു വരുന്നത് ക്രൂരതയുടെയും വർഷങ്ങൾ നീണ്ട പകയുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ. പച്ചടി സ്വദേശി മേരിക്കുട്ടിയും മകൻ റെജി എന്നിവരെയാണ് ഇളയ മകൻ സജി കൊലപ്പെടുത്തിയത്. സ്വത്ത് തർക്കവും കുടുംബത്തിനുള്ളിലെ മാനസിക പീഡനവുമാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇടുക്കി SP സാബു മാത്യുവിന്റെ നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യലിൽ പ്രതി സജി തന്റെ കുറ്റസമ്മതം നടത്തി. കൊലപാതകത്തിന് പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട് സജിയും സഹോദരൻ റെജിയും തമ്മിൽ ദീർഘകാലമായി തർക്കം നിലനിന്നിരുന്നു. സജിയുടെ വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തെ അമ്മയും സഹോദരനും ശക്തമായി എതിർത്തിരുന്നു. ഇത് പ്രതിയിൽ വലിയ തോതിലുള്ള വിദ്വേഷം വളർത്തി. സജി പിതാവ് മാത്യുവിന്റെ മകനല്ലെന്ന് പറഞ്ഞ് റെജി നിരന്തരം ആക്ഷേപിച്ചിരുന്നു. ഈ അപമാനം സജിയെ കടുത്ത പകയിലേക്ക് നയിച്ചു. ഈ മാസം 2-ാം തീയതി മുതൽ മേരിക്കുട്ടിയും റെജിയും കാണാനില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച പരാതി പോലീസിന് ലഭിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിന് പോലീസ് വീട്ടിലെത്തിയപ്പോൾ സജിയുടെ പെരുമാറ്റത്തിൽ ദുരൂഹത തോന്നി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീടിന്റെ പരിസരത്ത് നിന്ന് മനുഷ്യൻ്റേതെന്ന് തോന്നിക്കുന്ന ശരീരഭാഗങ്ങൾ കണ്ടെത്തി. ഇതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അന്വേഷണം തന്നിലേക്ക് നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കിയ സജി ഞായറാഴ്ച വൈകിട്ടോടെ ഒളിവിൽ പോയി. വീടിന് സമീപത്തെ മലമുകളിലും പാറപ്പുറത്തുമായി 2 ദിവസമാണ് പ്രതി കഴിഞ്ഞുകൂടിയത്. പോലീസ് ഡ്രോണുകളും ഡോഗ് സ്ക്വാഡും ഉപയോഗിച്ച് പ്രദേശം അരിച്ചു പെറുക്കിയതോടെ പിടിയിലാകുമെന്ന് ഉറപ്പായ സജി ഉച്ചയോടെ മലയിറങ്ങി വരികയായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലും എടുത്തു. പിടി വീഴുമെന്ന് മനസ്സിലായപ്പോഴാണ് ഇയാൾ കീഴടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഇവരുടെ വീടിനടുത്തുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സജിയുമായി സംസാരിച്ച് നിൽക്കുന്നതിനിടയിലാണ് അന്വേഷണത്തിനായി മറ്റു ഉദ്യോഗസ്ഥർ അങ്ങോട്ട് എത്തുന്നതും. പിന്നാലെ സജി ഇവിടെ നിന്ന് തന്ത്രപൂർവ്വം രക്ഷപ്പെടുകയായിരുന്നു. സ്ഥലത്ത് പോലീസ് നായി എത്തിച്ച് നടത്തിയ അന്വേഷണത്തിൽ പറമ്പിന്റെ പരിസരത്ത് നിന്ന് തന്നെ സജിയുടെ ബാഗ് കണ്ടെത്തിയിരുന്നു. ഇന്ന് രാവിലെ മുതൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ഇവിടെ തെർമൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ ഉപയോഗിച്ച് പോലീസുകാരും നാട്ടുകാരും തുടർച്ചയായി തിരച്ചിൽ നടത്തിയെങ്കിലും സജിയെ കണ്ടെത്താനായിരുന്നില്ല. രാവിലെ മുതൽ ഈ മേഖലയിൽ സജിയുടെ വീടിന് പരിസരത്ത് വലിയ തോതിൽ തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ ഇവർ തിരഞ്ഞുകൊണ്ടിരുന്ന പറമ്പിന് സമീപത്ത് തന്നെയായിരുന്നു സജി. ഒടുവിൽ സജി തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന് സമീപത്തുള്ള കടയിലെത്തി. അവിടെയുണ്ടായിരുന്ന സ്ത്രീയോട് തനിക്ക് തെറ്റുപറ്റിപ്പോയി താൻ കീഴടങ്ങാൻ ഒരുങ്ങുകയാണെന്ന് അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഈ സ്ത്രീ പോലീസിൽ വിവരം അറിയിച്ചു. പിന്നാലെ പോലീസ് എത്തി സജിയെ കസ്റ്റഡിയിലെടുത്ത് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്നു. അമ്മയും സഹോദരനെയും കൊലപ്പെടുത്തി മുറ്റത്ത് കുഴിച്ചു മൂടിയ ശേഷം സജി നാട്ടുകാരെ വിവാഹത്തിന് ക്ഷണിച്ചു എന്നത് പോലീസിനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ആദ്യം 10-ാം തീയതി വിവാഹം നിശ്ചയിച്ചെന്നും പിന്നീട് ഒരു മരണം നടന്നതിനാൽ അത് മാറ്റിവെച്ചുവെന്നും സജി നാട്ടുകാരോട് പറഞ്ഞു. അതിനുശേഷം 500 പേരെ പങ്കെടുപ്പിച്ച് വലിയ ചടങ്ങ് നടത്തുമെന്നും പറഞ്ഞ് ഇയാൾ വീണ്ടും ആളുകളെ ക്ഷണിച്ചിരുന്നു. അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആശുപത്രിയിലാണെന്നും മറ്റും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തടി തപ്പിയിരുന്നത്. 2-ാം തീയതി മുതലായിരുന്നു അമ്മയും സഹോദരനെയും കാണാതായത്. ഇവർ ബന്ധുവീട്ടിൽ പോയതാകാമെന്നായിരുന്നു അയൽവാസികൾ കരുതിയിരുന്നത്. എന്നാൽ സജിയുടെ സഹോദരിക്ക് ലഭിച്ച ഒരു അജ്ഞാത സന്ദേശമാണ് ദുരൂഹതകളുടെ ചുരുളഴിച്ചത്. സഹോദരനും അമ്മയ്ക്കും എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന സൂചന ലഭിച്ചതോടെ സഹോദരി പോലീസിനെ സമീപിക്കുകയായിരുന്നു. ഇരട്ടക്കൊലപാതകം പുറത്തായതോടെ സജിയുടെ പിതാവ് മാത്യുവിനെ 2018 മുതൽ കാണാതായ സംഭവം വീണ്ടും ചർച്ചയാവുകയാണ്. മാത്യുവിന്റെ തിരോധാനത്തിലും സജിക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സജിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ ഈ പഴയ കേസിലും വ്യക്തത വരുമെന്നും അന്വേഷണ സംഘം കരുതുന്നു. കൊലപാതകത്തിന് ശേഷം ദിവസങ്ങളോളം മൃതദേഹങ്ങൾക്കൊപ്പം ഒരേ വീട്ടിൽ കഴിഞ്ഞ സജി തികഞ്ഞ ക്രിമിനൽ ബുദ്ധിയോടെയാണ് പെരുമാറിയതെന്നും പോലീസ് പറയുന്നു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംസ്കരിച്ചു. DNA പരിശോധനയ്ക്കുള്ള സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. സജിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി.